PK അസ്ട്രോ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. ഉണർതം, കാല്, പൂയം, ആയില്യം എന്നീ 2.25 നക്ഷത്രങ്ങളടങ്ങുന്ന കർക്കിടകൻ രാശിയെ സംബന്ധിച്ചിടത്തോളം ആഗസ്റ്റ് മാസത്തിൽ അവർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നത് എന്ന് ഈ ഒരു ചെറിയ വീഡിയോയിൽ ഞാൻ വിചിന്തനം ചെയ്യുകയാണ്. ആഗസ്റ്റ് മാസ ആരംഭത്തിൽ ഇവരുടെ ഗ്രഹനില നമുക്കൊന്ന് പരിശോധിക്കാം. ഗ്രഹനിലയിൽ മിഥുനം രാശിയിൽ ശുക്രനും ഗുരുവും യോഗം ചെയ്തു നിൽക്കുകയാണ്. ജന്മരാശിയിൽ രവിയുണ്ട്, ബുധനുണ്ട്. 2ാം ഭാവത്തിൽ കേതു നിൽക്കുന്നു. 3ാം ഭാവത്തിലേക്ക് ചൊവ്വ സഞ്ചരിക്കുന്നു. തുടക്കത്തിൽ ചന്ദ്രൻ തുലാം രാശിയിൽ നിൽക്കുകയാണ്. ഓരോ 2.25 ദിവസം കഴിയുമ്പോഴും ചന്ദ്രൻ രാശി മാറുന്നതാണ്. രാഹു ഇവരുടെ അഷ്ടമത്തിലാണ്. ശനി ഭാഗ്യസ്ഥാനമായ 9ൽ നിൽക്കുകയാണ്. ഇതാണ് ഗ്രഹനിലയിൽ ഇപ്പോൾ മാസാരംഭത്തിൽ കാണുന്നത്. ഓഗസ്റ്റ് മാസം 17-ാം തീയതി സൂര്യൻ ചിങ്ങം രാശിയിലേക്കും 21-ാം തീയതി ശുക്രൻ കർക്കിടകൻ രാശിയിലേക്കും 30-ാം തീയതി ബുധൻ ചിങ്ങം രാശിയിലേക്കും രാശി മാറുന്നതാണ്. അപ്പോൾ ഈ ഗ്രഹനില നമ്മൊന്ന് പരിശോധിച്ചതിൽ കർക്കിടകൻ രാശിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒട്ടുമിക്ക ഗ്രഹങ്ങളും നിൽക്കുന്നത് നല്ല സ്ഥാനത്തല്ല. ഇവിടെ ചൊവ്വയുടെയും ശുക്രന്റെയും സ്ഥാനമൊഴിച്ച് ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ നല്ല ഫലം ചെയ്യുന്ന ഒരു ഭാവത്തിലല്ല നിൽക്കുന്നത് എന്ന് നമുക്ക് ഈ ഗ്രഹനിലയിൽ മനസ്സിലാക്കണം. ഓഗസ്റ്റ് 17 വരെ സൂര്യൻ ജന്മത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. സൂര്യന്റെ ജന്മത്തിലുള്ള നിൽപ്പ് എന്ന് പറയുന്നത് നല്ല ഫലങ്ങൾ നൽകുന്നതല്ല. പൊതുവെ ശരീരത്തിന് അല്പം സുഖക്കുറവ്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ ഒരു ആലസ്യവും മടിയുമൊക്കെ ഉണ്ടാവുക, ധനപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ എന്നിവയൊക്കെ കാണുന്നതാണ് സൂര്യന്റെ ജന്മത്തിലെ നിൽപ്പ് എന്ന് നമ്മൾ പറയും. എന്നാൽ 17-ന് സൂര്യൻ 2ാം ഭാവത്തിലേക്ക് മാറുന്നുണ്ടെങ്കിലും 2ാം ഭാവം ധനം, വാക്ക് എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണെങ്കിലും സൂര്യന്റെ 2ാം ഭാവത്തിലേക്കുള്ള വരവ് അത്ര ഗുണകരമല്ല. സൂര്യനോടൊപ്പം ബുധൻ ജന്മത്തിൽ നിൽക്കുന്നതും അത്ര നല്ല ഫലമല്ല നൽകുന്നത്. കലഹമുണ്ടാകാനുള്ളൊരു സാധ്യത, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള സാധ്യതയും അതിലൂടെ തർക്ക വിഷയങ്ങളിൽ ചെന്ന് പെടാനും ഒക്കെ സാധ്യത കാണുന്നു. വാക്കുകളൊക്കെ ചിലപ്പോൾ അസ്ഥാനത്തായി പോകുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ വാക്കുകൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ശ്രദ്ധിക്കണം. ശുക്രൻ 12 നിൽക്കുന്നത് നല്ലതാണ്. ശുക്രന്റെ 12 നിൽപ്പ് ചില ഗുണങ്ങളും ചില നേട്ടങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാക്കി തരുമെങ്കിൽ പോലും 21-ന് ശുക്രൻ ജന്മത്തിലേക്ക് വരുന്നതും കുറച്ചനുകൂലമായിരിക്കും. ധനധാന്യ സമൃദ്ധി, സന്തോഷം എന്നിവ പ്രദാനം ചെയ്യുന്നതാണ്. പ്രത്യേകിച്ചും ശുക്രൻ 21-ന് ജന്മത്തിലേക്ക് വരുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നല്ല ദൃഢത ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറി അവർ കൂടുതൽ ആ ദൃഢബന്ധത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉടലെടുക്കുകയാണ്. ഒപ്പം തന്നെ 12-ലെ വ്യാഴം ഇവരുടെ വ്യയസ്ഥാനത്താണെങ്കിലും ധനവരവ് ഉണ്ട്, ധാരാളം ചെലവുകളും വന്നുപെടാനുള്ള സാധ്യതയുണ്ട്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും മോശം കാര്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരുമെങ്കിൽ പോലും അനാവശ്യ യാത്രകൾ, അല്പം ആശുപത്രി വാസങ്ങൾ, അലച്ചിൽ, ഇതിനൊക്കെ ഒരു ചെറിയ സാധ്യത കാണുന്നു. അങ്ങനെ നമുക്ക് ധനവ്യയം ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ശനി നിങ്ങളുടെ 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നെങ്കിൽ പോലും ഭാഗ്യങ്ങളിൽ അല്പം കുറവ് വരികയും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം നടക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ശനി 9ലെ ഭാവത്തിൽ നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ രാഹു അഷ്ടമത്തിലാണ്. അഷ്ടമത്തിലൊരു പാവഗ്രഹം നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. അപ്പം അതുകൊണ്ട് രാഹുവിൻ്റെ സ്ഥാനം എന്ന് പറയുന്നതും അത്ര നല്ല സ്ഥാനത്തല്ല നിൽക്കുന്നത്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ജൂലൈ 28-ാം തീയതി ചൊവ്വ നിങ്ങളുടെ 3ാം ഭാവത്തിലേക്ക് മാറിയിട്ടുണ്ട്. ചൊവ്വ 3ാം ഭാവത്തിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ 3, 6, 10, 11 ഭാവങ്ങളിൽ ചൊവ്വ നിൽക്കുന്നത് നല്ലതാണ്. ചൊവ്വ നല്ല ഫലങ്ങളാണ് ഈ 3ാം ഭാവത്തിൽ നിന്നുകൊണ്ട് നൽകുന്നത്. ശത്രുക്കളിൽ നിന്ന് വിജയമുണ്ടാക്കുക, ഭൂമിയിൽ നിന്ന് വല്ല ആദായമുണ്ടാകുക, കൃഷിയിൽ നിന്ന് വരുമാനമുണ്ടാകുക, ഭൂമിയുമായി എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടുക. അപ്പം അങ്ങനെയൊക്കെയുള്ള നല്ല ഫലങ്ങളാണ് ചൊവ്വയെ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത്. പൊതുവെ ശുക്രനും അതുപോലെ തന്നെ ചൊവ്വയും നല്ല ഫലങ്ങൾ തരുന്ന സമയത്ത് ഒട്ടുമിക്ക ഗ്രഹങ്ങളും അതിൻ്റെ ഭാവത്തിൽ നിന്നുകൊണ്ട് ചില ദോഷങ്ങളും ചില വിഷമങ്ങളുമാണ് നമുക്ക് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമാണ് യഥാർത്ഥത്തിൽ കർക്കിടക രാശിക്കാർ കാണുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവര് മഹാദേവനെ ഭജിക്കുകയും അതുപോലെ തന്നെ സുബ്രഹ്മണ്യ പ്രീതി വരുത്തുകയൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ല ഒരു അവസ്ഥയാണ്. അതാണ് ആഗസ്റ്റ് മാസവുമായി ബന്ധപ്പെട്ട് കർക്കിടകൻ രാശിക്കാർക്ക് പൊതുവെയുള്ള ഫലം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയുമായി പിന്നെയും കാണാം.